ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈ പുണ്യ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബേബി. ഞാൻ കൊല്ലം ജില്ലയിൽ ചവറയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. കാരണം എൻ്റെ മോള് SSLC +2 കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിന് മാർത്താണ്ഡം എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയി. അത് ഒരു സ്കോളർഷിപ്പ് ബേസിലാണ്. ഫോണിൽ വന്ന ഒരു മെസ്സേജ് മുഖേനയാണ് നമ്മൾ മോളെ അവിടെ സെലക്ട് ചെയ്തത്. അതും പ്രകാരം മോള് 2020-24 വർഷത്തിലാണ് അവിടെ പഠിച്ച് തീർന്ന് ആ നവംബറിൽ സർട്ടിഫിക്കറ്റ് ഒരു ഫംഗ്ഷൻ നടത്തി സർട്ടിഫിക്കറ്റ് തരുമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പം അതിനിടയിൽ വെച്ച് പേരൻസും കോളേജുമായിട്ട് ഒരു ബന്ധവുമില്ല, കുട്ടിയായിട്ടായിരുന്നു. റിസൾട്ട് കഴിഞ്ഞ് ആ നവംബർ കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യവും അറിയുന്നില്ല. അപ്പം ഞാൻ മോളോട് ചോദിച്ച്, എന്താ മോളെ ഇതിന് ഇതുവരെ ഒന്നും ആയില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അതമ്മയെ ചോദിച്ചപ്പോൾ 4 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ. കാരണം പിന്നെ 2 കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഫണ്ട് മുഖേനയാണ് ഈ സ്കോളർഷിപ്പ്. അപ്പോൾ ഈ ഫണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് ആ ഫണ്ട് 4 ലക്ഷം രൂപ കോളേജിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങളൊരു പ്രതീക്ഷയിൽ 2 വർഷം കാത്ത്. അപ്പം എൻ്റെ അനിയത്തി ഇങ്ങനെ പറഞ്ഞ്, ഞാനിങ്ങനെ കരയുകയും പറയുകയും ചെയ്യും, കുഞ്ഞിൻ്റെ ഭാവി പോയല്ലോ, ഇനി എന്ത് ചെയ്യും പഠിക്കുന്നതിന്? എനിക്കാണെങ്കിൽ പഠിപ്പിക്കാനും ഒരു നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ്. അപ്പോൾ SC കുട്ടിയുടെ സ്കോളർഷിപ്പാണ്. അപ്പോൾ ആ ഒരു സമുദായമായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സാമ്പത്തികം ഒന്നുമില്ല. അച്ഛനാണെങ്കിൽ കാല് വയ്യാത്ത ഒരു ആളാണ് അച്ഛൻ. ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇളയതാണ് ഇത്. അങ്ങനെ മാതാവിൻ്റെ അനിയത്തിയുടെ കൂടെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കാണാനായിട്ട് വന്നതാണ്. അവിടെ വന്നൊക്കെ വായിച്ചൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് പുതിയ ഉടമ്പടി എഴുതിയെടുക്കുന്നിടത്ത് അവിടെ ആരുമില്ല. അപ്പോൾ അനിയത്തി പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അതും പ്രകാരം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇല്ല കസേരയെ വന്നിരുന്ന് ഞാൻ കരയുകയും പറയുകയും ചെയ്ത്, എനിക്ക് ഒരു നിവൃത്തിയില്ല, ആരുമില്ല സഹായിക്കാൻ. എൻ്റെ മോളുടെ ഭാവി ഇല്ലാതാകും, ഇനി അവളെ വേറെ പഠിപ്പിക്കാനും എൻ്റെ കയ്യിലൊരു നിവൃത്തിയില്ല. മാതാവിനെ ഒരു വഴി ഒരുക്കി തരണം. അതുമല്ല ഞങ്ങളും കോളേജുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് എങ്ങനെ അമ്മേ ഞങ്ങൾ നേരിട്ട് അവിടെ എന്ത് ചെന്ന് ചോദിക്കുക, എങ്ങനെ ഇതിനൊരു പരിഹാരം എനിക്ക് കാണിച്ച് തന്നേ പറ്റത്തോളെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. വീട്ടിലിരുന്ന് എല്ലാ ദിവസവും 5:30 ആദ്യം പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ സാക്ഷ്യം ഫോണിൽ കേൾക്കുമ്പോൾ വെളുപ്പിനെ 3 മണിക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് അതിനകത്ത് സാക്ഷ്യം പറയുന്നതായിട്ട് കേട്ട് അങ്ങനെ ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എന്നെ ഒക്കുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങേയറ്റം എന്നെ മോളെ സഹായിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞ്. അതുപോലെ രക്ഷകർത്താവുമായിട്ടും കോളേജുമായിട്ടും ഒരു ബന്ധവുമില്ല. ഞാൻ എങ്ങനെ ഇതിൻ്റെ ഒരു പരിഹാരം അമ്മ എനിക്ക് കാണിച്ച് തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫോണിൽ ഈ കുട്ടികളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കി പേരൻസിനെ. അപ്പം ഓരോ രക്ഷകർത്താക്കൾ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികളുമായിട്ട് നമുക്ക് കോളേജിലൊന്ന് ചെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു വലിയ ആളുകൾ ഓഫീസിലൊന്നും അങ്ങനെ പോയി സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരു പേടിയും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അമ്മയുടെ തൈലവും ഉപ്പുമായിട്ട് പോയി അവിടെ ചെന്ന് കയറിയപ്പോഴേ ഞാൻ അമ്മയെടുക്കെ പറഞ്ഞു, അമ്മ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, അമ്മ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, എൻ്റെ കൂടെ വന്ന് എനിക്ക് വേണ്ടിയിട്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ ചെന്ന് സംസാരിച്ച് നിന്ന കൂട്ടത്തിൽ ഞാൻ സാറിൻ്റെയൊക്കെ ചോദിച്ചു, സാറേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഈ കുട്ടികളുടെ 4-6 വർഷത്തെ ഭാവിയല്ലയോ പോയത്, ഇതാദ്യമേ അങ്ങ് ഒഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഞങ്ങളാൽ ഒക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിച്ചേനല്ലോ സാറേ, ഇത് എന്താ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തോളെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഈ ഉപ്പും അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഓഫീസിൽ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, താഴെ പ്രിൻസിപ്പളുമായിട്ടൊന്ന് കാണ്, ഞങ്ങളപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റുമായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ താഴെ വന്നു പ്രിൻസിപ്പാളിൻ്റെ റൂമിലോട്ട് ചെന്നപ്പോൾ പ്രിൻസിപ്പാളും ആ ഓഫീസിലെ സാറുമായിട്ടായിരിക്കാം
എന്തോ സംസാരിക്കുന്നു. ഞങ്ങളവിടെ മാറി നിന്ന് അവിടെയും ഞാൻ നമ്മുടെ ഉപ്പ് കൊണ്ടുവന്ന് ഇട്ട് പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുമ്പോൾ ഈ സാറ് വന്നിട്ട് പറഞ്ഞ് കോളേജിനും പിന്നെ കുട്ടികൾക്കും നഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ പിന്നെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് ഈ 4 ലക്ഷം എന്നുള്ളത് 50,000 രൂപ അടച്ചാൽ ഇത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ 2024 മുതൽ ഇങ്ങോട്ട് ഒരു 10-500 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും നഷ്ടമാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് സമ്മതിയിൽ വച്ചേ നമുക്ക് എങ്ങനെയെങ്കിലും അത് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പം കുട്ടികളായിട്ട് സംസാരിച്ചില്ലായിരുന്നു. അങ്ങനെ വീണ്ടും കുട്ടികൾ മാത്രമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ അമ്മയുടെ ലോക്കറ്റും ഒക്കെ കൊടുത്ത് വിട്ടിട്ട് പറഞ്ഞു മോളും സംസാരിയിട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും 10,000 കുറച്ച് 40,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ കഴിഞ്ഞ മാസം എൻ്റെ മോളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്ന്. അങ്ങനെ എല്ലാ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, TC എല്ലാ സർട്ടിഫിക്കറ്റും തന്ന് ഞങ്ങളെ വിട്ട്. അപ്പോൾ അമ്മയുടെ പൂർണ്ണമായ ഒരു അനുഗ്രഹമാണ് അവിടെ എനിക്ക് കിട്ടിയത്. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് സഹായം അമ്മയിൽ നിന്ന് ഞങ്ങൾക്കുണ്ട്. കാരണം മിക്ക മാസങ്ങളിലും തത്തിപ്പൊത്തി പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും 10 രൂപ കാശ് എൻ്റെ കയ്യിൽ വന്നെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ വയ്യാത്ത ആളുകൾക്കും ഒരുപാട് എന്നെ കൊണ്ടൊക്കുന്ന രീതിയിലുള്ള സഹായവും അതേപോലെ വസ്ത്രവും ഒക്കെ ഞാൻ എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ മാസവും വന്ന് ഇവിടെ വന്ന് കൃപാസന പത്രം മേടിച്ച് ഞങ്ങളുടെ സ്ഥലത്തുള്ള ആളുകൾക്ക്, എൻ്റെ കൂട്ടുകാരികൾക്കും എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് മോടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ദാനവും സാക്ഷ്യവും എല്ലാം ഞാൻ ഫോണിലൂടെ കണ്ട് ഇപ്പോഴും പ്രാർത്ഥന മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അറിയിച്ചുകൊണ്ട്. എൻ്റെ പേര് സുമി. എൻ്റെ അമ്മ വന്നിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതിന് മുന്നേയും എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും വിശ്വാസമില്ലായിരുന്നു. ആദ്യമൊന്നും 4 ലക്ഷം രൂപ പറഞ്ഞിരുന്ന സ്ഥാനത്ത് എനിക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഇങ്ങനെ പൈസ കൊടുത്താലേ പറ്റൂ, അല്ല നിങ്ങൾക്ക് തരാനൊന്നും ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റുഡൻസ് മാത്രം പോയി അന്വേഷിച്ചൊരു സമയത്തൊക്കെ അങ്ങനെ പിന്നാണ് ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ ശരി പേരൻസിനെയും കൂടെ കൊണ്ടുപോയി ഒന്നുകൂടെ ചോദിച്ച് നോക്കാം, ഇല്ലെങ്കിൽ കേസോ എങ്ങനെയെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചെടുക്കാം എന്നും പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അമ്മ പോയി ഇങ്ങനെ ഉപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അമ്മ ഉപ്പിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴേ അമ്മ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ഇങ്ങനെയൊക്കെയുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ നമ്മുടെ അമ്മ മാതാവ് ഉണ്ടെന്ന്. ഞാൻ അന്ന് തൊട്ട് ഞാൻ പിന്നെ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ വൈകിട്ടിരിക്കും. എന്നെ കൊണ്ടാവുന്ന വിധം ഞാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഫോണിലൊക്കെ വരുന്ന വയ്യാത്ത കുട്ടികളുടെയൊക്കെ കാണുമ്പോൾ ഞാനും എന്നെ കൊണ്ടാവുന്ന പോലെ 50 രൂപ 100 രൂപ ഞാനും സ്കാൻ ചെയ്തൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതിനും അമ്മ മാതാവിനും ഉണ്ണിയോശയ്ക്കും കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 91:4 തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. ബേബി എന്ന ഈ സഹോദരി തൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശകരമായ ഒരു പ്രതിസന്ധിയിലാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. സഹോദരി സൂചിപ്പിച്ചു, ഒരു സ്കോളർഷിപ്പിൻ്റെ ബേസിസിൽ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുകയും സ്കോളർഷിപ്പ് സർക്കാരുകൾ അനുവദിക്കാതിരുന്നത് കൊണ്ട് കോഴ്സ് പൂർത്തിയായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ മക്കളുടെ 2 വർഷത്തെ ജീവിതം പോലും താറുമാറാക്കിക്കൊണ്ട് ആ ഒരു പ്രശ്നം മുന്നോട്ട് തുടരുമ്പോഴാണ് ഈ അമ്മ മകളെ ഓർത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. ഓരോ നിമിഷവും കണ്ണീരോടെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് മകളെ കൊടുത്ത് പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും പ്രശ്നം ഏതു തന്നെയാണെങ്കിലും തന്നെക്കൊണ്ട് സ്വയം പരിഹരിക്കുവാനാവാത്ത സാമ്പത്തികമായി യാതൊരു നിവൃത്തിയുമില്ലാത്ത തൻ്റെ കുടുംബത്തിന് ഈ വിഷയത്തിന്മേൽ ദൈവശക്തിയാൽ കൃപാസന മാതാവിൻ്റെ പ്രത്യേക ഇടപെടലിനാൽ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്.
അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ വലിയ ആൾക്കാരുടെ അടുക്കലൊന്നും സംസാരിച്ച് പരിചയമില്ല, ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല. എങ്കിലും അവിടെ പോയി പൂർണ്ണമായ വിശ്വാസത്തോടെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ പ്രശ്നം ഏൽപ്പിച്ചു കൊടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഷയത്തിന് ഈ ദിവസം പരിഹാരത്തിന് വേണ്ടി അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 4 ലക്ഷം രൂപ എന്നത് 40,000 രൂപയായി ആ അടയ്ക്കേണ്ട തുക കുറച്ചുകൊണ്ട് അമ്മ മാതാവ് ആ പ്രശ്നത്തിന് മകൾക്ക് മാത്രമല്ല കൂടെയുള്ള കുട്ടികൾക്ക് കൂടി എന്നേക്കുമായി പരിഹാരം നൽകുന്നു. മകൾക്ക് മുൻപ് അവിടെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയ പലരും 3 ലക്ഷം, 2.5 ലക്ഷം, 4 ലക്ഷം ഒക്കെ അടച്ചു വാങ്ങിയവരാണ്. അമ്മ മാതാവ് പ്രതിസന്ധിയിൽ നമുക്കെപ്പോഴും പ്രത്യാശ പകരുകയും ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതം ശുഭകരമാകുവാൻ വേണ്ടി കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾക്ക് അമ്മയുടെ ഈ പ്രാർത്ഥനാ രീതി, അമ്മയുടെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, അതിലൊന്നും ഒട്ടും വിശ്വാസമില്ലാതെ അമ്മയെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അകന്നകന്ന് പോയതും മകൾ സൂചിപ്പിച്ചു. എന്നാൽ അമ്മ അവിടേക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് തീരുമാനങ്ങൾ അമ്മ മാതാവ് സമയച്ചുരുക്കത്തിന് അമ്മ ക്രമീകരിച്ചു കൊടുക്കുകയും ഒത്തിരി തവണ കുട്ടികൾ, മോളും അവൻ്റെ കൂട്ടുകാരും ഒത്തിരി തവണ കോളേജിൽ കയറി ഇറങ്ങിയിട്ട് ഉണ്ടാവാതിരുന്ന പരിഹാരം സമയച്ചുരുക്ക മാതാവ് ഒറ്റത്തവണ അമ്മ ഉടമ്പടി നേർച്ചവസ്തുവുമായി കോളേജിൽ വന്നപ്പോൾ തീർപ്പ് കൽപ്പിച്ച് സുരക്ഷിതമാക്കിയതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ജീവിത വിഷയത്തിൻ്റെ ഭാരം എത്രയാകട്ടെ, നമുക്ക് സ്വയമേവ പരിഹാരം ഒന്നും മുൻപിലില്ലാതിരിക്കട്ടെ, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പണത്തോടു കൂടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കാം. അത് അത്ഭുതകരമായ ഇടപെടലുകളും ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവും നമുക്ക് നേടിത്തരും. അമ്മ അത്ര ശക്തമായി ഈശോയുടെ സന്നിധിയിൽ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.